ഹായ്, ഇന്ന് നമുക്ക് ഒരു മാങ്ങായും അയലയും കൂടെ പച്ച അരച്ച് കറി വെക്കും. മാങ്ങായ ഇന്നലെ ഇച്ചിരി മാങ്ങ കിട്ടി, പച്ച മാങ്ങായും ചെറിയ അയലയും കൂടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു പച്ച അരച്ച് കറി വെക്കാം, മീൻ കറി. അപ്പം അതിന് അരയ്ക്കേണ്ട സാധനങ്ങൾ എല്ലാം അരച്ച് വെച്ച് ഞാൻ മുളക് പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞളും ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് അതിലോട്ട് തേങ്ങായും ചുമന്നുള്ളി ശകല ഇഞ്ചി കൂട്ടി നല്ല പോലെ അരച്ചതാണ്. ഇതിന് ഞാനൊന്ന് കലക്കി വെക്കാൻ പോകാം. കൈകൊണ്ട് തന്നെ ഞാൻ കലക്കുവാണേ. നല്ലപോലെ വെണ്ണ പോലെ അരിഞ്ഞതാണ്. അപ്പം ഇനി അതിനകത്ത് പുളിയൊന്നും ചേർക്കണ്ട. ഉപ്പ് ചേർത്തിട്ടുണ്ടേ. ഉപ്പും ചേർത്ത് മാങ്ങ നല്ലപോലെ പുളിയുള്ള മാങ്ങയാണ്, ചെറിയ മാങ്ങ ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് ഇനി തിളപ്പിക്കുക. വേവിച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം. വെന്തിട്ടിനി ബാക്കി കാണിക്കും. അതെല്ലാം വേവാറായി. അപ്പം ഞാൻ ആ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കടുകൂടങ്ങ് വറക്കുവാണ്. ചുമന്നുള്ളി, പച്ചമുളകും കറിവേപ്പില അത്യാവശ്യമാണ്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില ആണ്ട് ചേർക്കാറില്ല. എന്നാൽ ചോദിക്കും എല്ലാം കടയിൽ നിന്നല്ലേ വാങ്ങിക്കുന്നത്. പക്ഷെ നമുക്ക് വീട്ടിലിഷ്ടം പോലെ ഉള്ളത് കൊണ്ട് നമ്മൾ അന്ന് കറിവേപ്പില ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇടാനൊരു ഇത്, അതുകൊണ്ട് ഇടുന്ന എല്ലാം മെയിനായിട്ട് ഇത് വേണം, കറിവേപ്പില വേണം. പിന്നെ ഇതിനകത്തിൽ എരിക്കനുസരിച്ച് പച്ചമുളകാണ് കൂടുതൽ ചേർക്കേണ്ടത്. അവരോട് എരിക്കനുസരിച്ച് ഞാൻ 2-3 നല്ല എരിയുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആയിരിക്കുവാണ് ഞാൻ ഈ കടുക് വറുത്തതിലോട്ട് ഇടാൻ പോവാണ്. എന്താ, ചുവന്നുള്ളി, മുളകും കറിവേപ്പില ഇടാനുണ്ട്. നല്ല രുചിയുള്ളതാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. മാങ്ങ കിട്ടിയപ്പം അങ്ങനെ തോന്നിയതാണ്. മാങ്ങ ഉള്ള സീസൺ കുഴപ്പമില്ല. ഇപ്പം ഇല്ലാത്തപ്പോഴായതുകൊണ്ട് മാങ്ങ കിട്ടിയപ്പോൾ അങ്ങനെ ഒരു കറി വെക്കാമെന്ന്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ടൊരു ഷെയറും ഒരു ലൈക്കും ഒക്കെ തരണേ. ഓക്കെ.